എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫ്രോസൺ കൂർക്കയാണ്. ഇത് എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 വെളുത്തുള്ളി ചെറുതായി നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ മണമെല്ലാം നല്ലതുപോലെ വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതിന് ചൈനീസ് പൊട്ടറ്റോ എന്നാണ് നമുക്കിവിടെ ഇത് വാങ്ങാൻ കിട്ടുന്നത്. സവാള ഒന്ന് നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ച കൂർക്ക ഇട്ട് കൊടുക്കണം. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 പ്രാവശ്യം ഇളക്കി അടച്ചു കൊടുത്താൽ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കൂർക്കൊക്കെ കുറച്ച് വേവുള്ളതല്ല. ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂർക്ക മെഴുക്ക് വരട്ടിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.